ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വേറെ എങ്ങോട്ടല്ല പോകുന്നത്, താമര നടാൻ വേണ്ടി പാത്രം വാങ്ങണമായിരുന്നു. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. 120 രൂപയാണ് ഈ ഒരു പാത്രത്തിന്. ഞങ്ങൾ 2 പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതും വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോയത്. ഏട്ടൻ പുറകെ ഉണ്ടിട്ട് എൻ്റെ വണ്ടിയിൽ. ഞാൻ എന്താ വണ്ടിയിൽ തയ്യൽ മെഷീനായിട്ടാട്ടോ ഇരിക്കുന്നത്. വീട്ടിൽ നിന്ന് പോരുന്ന വഴി തയ്യൽ മെഷീനും എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. ഇത് കുറേ ആയി കൊണ്ടുതന്നെ ഒന്ന് വിചാരിക്കുന്നത്, നടക്കണുണ്ടായിരുന്നില്ല. പിന്നെ വന്നതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ കിഴങ്ങ് പുഴുങ്ങി, പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാന്താരി മുളക് ഉണ്ടായിരുന്നു, കാന്താരി മുളകും കൂട്ടി ചമ്മന്തി ഉണ്ടാക്കി. ചായയും കൂട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി തട്ടിയിട്ടോ. കപ്പയും അതുപോലെ തന്നെ കാന്താരി ചമ്മന്തി ഒടുക്കത്തെ ടേസ്റ്റാട്ടോ. ഞാനിതിൽ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ താമരയുടെ പരിപാടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് 2 ഡബ്ബയായിരുന്നല്ലോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ മീതെ മണ്ണിട്ടിട്ട് നമ്മളിത് നട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഏട്ടനാട്ടോ. ഇവിടെ കുറേ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന സമയത്ത് താമരകൾ കേട്ടോ. ഇപ്പോൾ റീപ്ലാന്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പൂവുണ്ടാകുമ്പോൾ ഞാനിതുപോലെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ റീപ്ലാന്റ് ചെയ്തതാട്ടോ. അപ്പോൾ കുറേ ട്യൂബറുകളുണ്ട് കേട്ടോ. അപ്പോൾ റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ നമ്മളിത് ട്യൂബർ എടുത്തിട്ട് കുറച്ച് നാൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നട്ട് കൊടുക്കാൻ മുള പൊട്ടിയതിന് ശേഷം നടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നനച്ചു കൊടുത്ത ശേഷം, മണ്ണ് നനച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ആട്ടോ നട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ട്യൂബർ വേണം എന്നാണെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തരാം കേട്ടോ. കുറച്ച് ഞങ്ങളുടെ കയ്യിലുണ്ട്, കുറേയൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാലും തരാം. നമ്മുടെ ഈ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ എളുപ്പമായിരിക്കും. ഇങ്ങനത്തെ ഒരു ട്യൂബറിന് എത്ര രൂപ കൊടുക്കുക? 100 രൂപ കൊടുക്കാം. 100 രൂപ കൊടുക്കാം. പാഴ്സലാണെങ്കിൽ അതിൻ്റെ കൊറിയർ ചാർജും കൂടി കൊടുക്കേണ്ടി വരും. അപ്പം 100 രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് കേട്ടോ ഏട്ടൻ പറയുന്നത്. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് വെള്ളം നിറയെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നടണതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ഗപ്പിക്കുഞ്ഞുങ്ങൾ പുറത്ത് കുറച്ചുണ്ട്. കുറേയൊക്കെ ചത്തുപോയിട്ടോ, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. വെള്ളം ഭയങ്കരമായിട്ട് കളർ ഇതായിട്ടിരിക്കുകയായിരുന്നു. ചത്ത് നമ്മുടെ മറ്റാൾ തിന്നല്ല, ഉണ്ണിക്കുട്ടൻ തട്ടി. ആരാണ് ഈ ഉണ്ണിക്കുട്ടൻ എന്നല്ലേ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാട്ടോ ഉണ്ണിക്കുട്ടൻ ആരാണെന്ന്. വീടിൻ്റെ അകത്താണ് ഉണ്ണിക്കുട്ടനുള്ളത്. ഇവനാണ് ഉണ്ണിക്കുട്ടൻ. ഇവനാട്ടോ അത് നിങ്ങളെ തട്ടിയത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കൊണ്ടുവന്ന് ഗപ്പിക്കുഞ്ഞുങ്ങൾ ഇട്ടു, പക്ഷെ ആൾ അത് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.